നമസ്കാരം, പ്രവാസി മലയിലേക്ക് സ്വാഗതം. ആധുനിക ലോകം കണ്ട ഏറ്റവും വലിയ സുനാമി ദുരിതത്തിന്റെ ഓർമ്മകൾ പേറുന്നവരായിരിക്കാം നമ്മളിൽ മിക്കവാറും ആളുകൾ. 2004 ഡിസംബർ 26 ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആഞ്ഞടിച്ച രാക്ഷസ തിരമാലകൾ വിഴുങ്ങിയത് 2.5 ലക്ഷം മനുഷ്യരെയാണ്. ക്രിസ്മസ് ആഘോഷ ലഹരി വിട്ടുമാറുന്നതിന് മുൻപാണ് തൊട്ടടുത്ത ദിവസം തന്നെ വടക്കൻ സുമാത്രയിലുണ്ടായ കടൽ ഭൂകമ്പം മരണ തിരമാലകളായി ആഞ്ഞടിച്ചത്. 9.1 മുതൽ 9.3 വരെ തീവ്രത രേഖപ്പെടുത്തിയ ആ ഭൂകമ്പം ചരിത്രത്തിലെ തന്നെ രേഖപ്പെടുത്തിയ ഏറ്റവും ദീർഘമായ ഭൂചലനം ആയിരുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ 100 അടി വരെ ഉയരത്തിൽ പാഞ്ഞെത്തിയ കൂറ്റൻ തിരമാലകൾ 15 രാജ്യങ്ങളുടെ തീരങ്ങളെയാണ് താറുമാറാക്കിയത്. ആ തിരമാലകൾ കനത്ത നാശനഷ്ടങ്ങൾ തന്നെയാണ് ഉണ്ടാക്കിയത്. ഇന്തോനേഷ്യ, ഇന്ത്യ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഈ സുനാമി നശിപ്പിക്കുകയായിരുന്നു. കേരളത്തിലാകട്ടെ ഏറ്റവും കടുത്ത നാശമുണ്ടായത് ആലപ്പുഴ, കൊല്ലം ജില്ലകളിലാണ്. ആലപ്പാട് മുതൽ അഴീക്കൽ വരെയുള്ള 8 കിലോമീറ്റർ ദൂരം കടൽ എടുക്കുകയും ചെയ്തു. വീണ്ടും ഒരു ക്രിസ്മസും ഡിസംബർ 26 വരുമ്പോൾ നാസ പുറപ്പെടുവിക്കുന്ന ഈ വാർത്തകൾ നെഞ്ചിടിപ്പോട് കൂടി തന്നെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. സുനാമിയുടെ കഥ പറഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ നെഞ്ചിൽ തീയാണ്. എന്നാൽ നാസ പുറത്തുവിടുന്ന ഈ വിവരങ്ങൾ അത്ര ഭയപ്പെടേണ്ട വസ്തുതകൾ അല്ല എന്ന് തന്നെയാണ് നാസ പറയുന്നത്. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. ക്രിസ്മസ് ദിനത്തിന്റെ പിറ്റേന്ന് വലിയൊരു ചിഹ്നഗ്രഹം ഭൂമിയുടെ സമീപത്തൂടി കടന്നു പോകുമെന്നാണ് നാസ വ്യക്തമാക്കിയിരിക്കുന്നത്. 2000 CH-59 എന്നറിയപ്പെടുന്ന ഈ ബഹിരാകാശ പാറ ഡിസംബർ 26 രാവിലെ ഭൂമിയോട് ഏറ്റവും അടുത്ത് വരും. ഈ സമയത്ത് ഇത് ഭൂമിയിൽ നിന്ന് 0.05 ജ്യോതിശാസ്ത്ര യൂണിറ്റുകൾ അഥവാ 4.5 ദശലക്ഷം മൈൽ അകലെയായിരിക്കുമെന്നാണ് നാസയുടെ സെന്റർ ഫോർ നിയർ എർത്ത് ഒബ്ജക്ട് സ്റ്റഡീസിൽ നിന്നുള്ള ഡാറ്റകൾ സൂചിപ്പിക്കുന്നത്. നാസ തന്നെ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, യാതൊരു കാരണവശാലും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നും വളരെ സുരക്ഷിതമായിട്ടാണ് ഈ പാറ ഭൂമിയെ കടന്നു പോകുക എന്നുള്ളതാണ്. ഈ ചിഹ്നഗ്രഹ സമീപനം ജ്യോതിശാസ്ത്രപരമായി ഭൂമിയുമായി വളരെ അടുപ്പമുള്ളതാണെന്നും CNEOS ഡയറക്ടർ പോൾ ചോഡാർ പറഞ്ഞു. ഇതിന് 919 മുതൽ 2034 അടി വരെ വ്യാസമുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. ചിഹ്നഗ്രഹം ഭൂമിയെ മറികടന്ന് മണിക്കൂറിൽ 27,500 മൈൽ വേഗതയിലാണ് സഞ്ചരിക്കുക. അതായത് ഒരു F-16 ജെറ്റ് വിമാനത്തിനേക്കാൾ 18 മടങ്ങ് വേഗത്തിൽ. CH-59 ഭൂമിക്ക് സമീപമുള്ള NEO എന്നാണ് വിശേഷിപ്പിക്കുന്നത്. സൂര്യന് ചുറ്റും സഞ്ചരിക്കുന്ന ഏത് ധൂമകേതുവും അല്ലെങ്കിൽ ചിഹ്നഗ്രഹവും നക്ഷത്രത്തിന്റെ 121 ദശലക്ഷം മൈലിനുള്ളിലും ഭൂമിയുടെ ഭ്രമണപഥത്തിന്റെ 30 ദശലക്ഷം മൈലിനും സഞ്ചരിക്കുന്നു. കൂടാതെ CH-59 അപകടകരമായേക്കാവുന്നവ എന്ന് തരംതിരിച്ചിട്ടുമുണ്ട്. കാരണം ഇത് 460 അടിയിലധികം വ്യാസമുള്ളതാണ്. മാത്രമല്ല, ഭാവിയിലെ ഇതിന്റെ പാത ഭൂമിയുടെ 0.05 ജ്യോതിശാസ്ത്ര യൂണിറ്റുകൾക്കുള്ളിലായിരിക്കുമെന്നും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നു. CH-59 കാര്യത്തിൽ ഈ ചിഹ്നഗ്രഹത്തിന്റെ ഭ്രമണപഥം നമുക്ക് നന്നായി തന്നെ അറിയാം. അടുത്ത നൂറ്റാണ്ടിലോ അതിനുശേഷമോ ബഹിരാകാശ പാറ ഭൂമിയുമായി കൂട്ടിയിടിക്കാൻ സാധ്യത ഇല്ല എന്നാണ് CNEOS റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2000 ഫെബ്രുവരി 2 ലീനിയൻ സർവേയാണ് ഇത് ആദ്യമായി കണ്ടെത്തിയത്. അന്ന് മുതൽ ശാസ്ത്രജ്ഞന്മാർ ഇത് നിരീക്ഷിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. എന്തായാലും ഇനി വരുന്ന ക്രിസ്മസ് കഴിഞ്ഞുള്ള ഡിസംബർ 26 ഒരുപക്ഷെ പേടിക്കാനില്ലെങ്കിലും ഇത്തരമൊരു ചിഹ്നഗ്രഹം ഭൂമിയുടെ ഏറ്റവും അടുത്തുകൂടി പോകുന്നത് ഉത്കണ്ഠയോടുകൂടിയായിരിക്കും ശാസ്ത്രലോകവും ശാസ്ത്രജ്ഞന്മാരും ഉറ്റുനോക്കുക. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.